കോൺഗ്രസ്സുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. തിരുവഞ്ചൂർ പറഞ്ഞത് ഞാനും കേട്ടു. അദ്ദേഹം സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. കാരണം കരാറിലെ വ്യവസ്ഥകൾ ഒന്നും തന്നെ സിദ്ദിഖ് പാലിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പത്മജിയുടെ ആത്മഹത്യാ ശ്രമത്തിന് ഇടയാക്കിയത്. അപ്പൊ തിരുവഞ്ചൂർ പോലും ഈ കൂളസംഘത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരായി മനസ്സിൽ പ്രതിഷേധമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇവിടെ വന്നതാണല്ലോ. KPCC നിയോഗിച്ച സംഘത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം അടക്കം പങ്കുവഹിച്ച കാര്യമാണല്ലോ ഈ കുടുംബത്തിനുണ്ടായ കടബാധ്യതകൾ പരിഹരിക്കാൻ പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന ഒരു പൊതു തീരുമാനം. KPCC പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ് അക്കാര്യം പരസ്യമായി പറഞ്ഞതാണല്ലോ. പക്ഷെ ഇന്നത്തെ പ്രസിഡന്റ് എന്താ കാലുമാറുന്നത്? ഇന്നത്തെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ബാധ്യതയും ഏറ്റെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ ചെയ്തത്? ഇപ്പൊ ഞങ്ങളിപ്പോ പത്മജിയും വിജേഷുമായി സംസാരിച്ചപ്പോ അവരുടെ പിതാവ് വായ്പയെടുത്ത തുക 14 ലക്ഷം രൂപ അവർ തിരിച്ചടച്ചതാണ്. പലിശ സഹിതം ഒരു 24-25 ലക്ഷം ഉറുപ്പിയായിട്ടുണ്ടാവും. ബാക്കി 10 ലക്ഷം രൂപ മാത്രമാണ് അടച്ചത്. അവർ അടച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് സ്വാഭാവികമായും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായുള്ള ഇളവുകൾ കിട്ടും. അപ്പൊ എടുത്ത വായ്പയിൽ അതിന്റെ പലിശ സഹിതം 2014 എടുത്ത വായ്പയിൽ പലിശ സഹിതം മഹാഭൂരിപക്ഷം തുകയും വിജയന്റെ കുടുംബം തന്നെ അടച്ചതാണ്. പിന്നെ എന്ത് സഹായമാണ് അവർ ചെയ്തതെന്ന് പറയുന്നത്? അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പോലും സിദ്ദിഖും കൂട്ടരും പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് എന്ന വസ്തുത തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ വിഷമകരമായ കാര്യം, ഈ പ്രദേശത്ത് MLAയും MP ഉണ്ടല്ലോ, എല്ലാം കോൺഗ്രസ് അല്ലേ. MP ജോസിന്റെ ആത്മഹത്യ നടക്കുന്ന സമയത്ത് വയനാട്ടിലുണ്ടല്ലോ, ഡൽഹിയിൽ നിന്ന് വരേണ്ടതല്ലല്ലോ, അവിടെയൊന്ന് പോകണ്ടേ? അങ്ങനെയാണോ ഒരു കോൺഗ്രസ് കുടുംബത്തെ ഈ MP അടക്കം വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു കോൺഗ്രസ്സുകാരന്റെ മരണത്തോട് കാണിക്കേണ്ട മര്യാദ? MP പോയില്ല, MLA പോയില്ല എന്നതിനധികം പറയുന്നു, കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോ ഗ്രൂപ്പ് തർക്കത്തിലൂടെ മരണം നടക്കുക, കടക്കെണിയിലാക്കി ആളെ കൊല്ലുക, തട്ടിപ്പ് നടത്തിക്കൊണ്ട് നിയമനം നൽകുമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയിട്ട് നിയമനം കൊടുക്കാതിരിക്കുക, കോഴ പണവും കൊടുക്കാതിരിക്കുക, ഇതാണ് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധിക്ക് നേരത്തെ തന്നെ ഒരു പരാതി കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അന്ന് സമ്മതിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ട്, അപ്പോൾ പോലും യാതൊന്നും സംഭവിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി കുടുംബത്തോട് ഒരു നീതിയും കാട്ടിയില്ല. പ്രിയങ്ക ഗാന്ധിയെ കാണാൻ അനുവദിക്കാത്തത് സ്വാഭാവികമായും ഈ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഉത്തരം പറയേണ്ടത്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൽപ്പെടുന്ന, അതും ആ കുടുംബത്തിന്റെ ആകെ അത്താണിയായ ഒരാളുടെ മരണത്തെ തുടർന്ന് സങ്കടം അനുഭവിക്കുന്ന ആ കുടുംബത്തിലെ അവശേഷിക്കുന്ന അംഗങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടി പോയിട്ട് മുഖം കൊടുക്കാതിരുന്ന നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയി. അന്ന് പറഞ്ഞ അതേ നിലപാടാണ് ഞങ്ങൾക്ക്. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അവർ പാർട്ടിയുടെ ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ആദ്യം പറയട്ടെ, ഞങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കില്ല. തിരുവഞ്ചൂർ പറയുന്ന വഞ്ചനയാണ് കോൺഗ്രസിന്റെ
തനിനിറമെങ്കിൽ KPCC പ്രസിഡന്റ് തുറന്നു പറയട്ടെ, ഞങ്ങൾ ആ കുടുംബത്തെ സഹായിക്കില്ല എന്നവർ പറഞ്ഞാൽ അപ്പോൾ ആ കുടുംബത്തോട് താല്പര്യമുള്ള മനുഷ്യസ്നേഹികൾ ഒത്തുകൂടും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല.